കോൺഗ്രസിന് അഭിമാനമായി മാറുകയാണ് തെലങ്കാന. കോൺഗ്രസ് ഇവിടെ തിരഞ്ഞെടുത്തത് മികച്ചൊരു തലവനെ തന്നെയാണ്. ഇപ്പോഴിതാ അധികാരത്തിലെത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പല തീരുമാനങ്ങളും തെലങ്കാനയിൽ ജനകീയമാവുകയാണ്. മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നത് ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് വാഗ്ദാനം ചെയ്ത പോലെ അംഗപരിമിതിയുള്ള യുവതിക്ക് ജോലി നൽകിയ പിന്നാലെയാണ് രേവന്ത് കൂടുതൽ ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ വേളയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്വീകരിച്ച നടപടികൾക്ക് സമാനമാണ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെയും പരിഷ്കാരങ്ങൾ. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന രീതി. എന്നാൽ ഇനി മറ്റു വാഹനങ്ങൾ തടഞ്ഞു വെക്കരുതെന്ന് മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ കാറുകളുടെ എണ്ണം കുറയ്ക്കാനും രേവന്ത് റെഡ്ഡി നിർദ്ദേശിച്ചു. ഇതുവരെ 15 വാഹനങ്ങളാണ് മുഖ്യമന്ത്രി പോകുമ്പോൾ നിരയായി നിന്നിരുന്നത്. ഇനി 9 എണ്ണം മതിയെന്നാണ് തീരുമാനം. കൂടുതൽ വാഹനങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പം വരുന്നത് ട്രാഫിക് കുരുക്കിന് കാരണമാകുമെന്നും അമിത ചെലവാണെന്നും വിലയിരുത്തിയാണ് ഈ തീരുമാനം. പ്രധാന നഗരങ്ങളിലെ ട്രാഫിക് കുരുക്കഴിക്കാൻ മതിയായ നിർദ്ദേശങ്ങൾ എത്രയും വേഗം സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി പോലീസ് ഓഫീസർമാരുടെ യോഗം വിളിച്ച് പറഞ്ഞത്. ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ തനിക്കാകില്ല. ജനങ്ങളുമായി ബന്ധമില്ലാതെ പോയാൽ എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും സാധിക്കുമെന്നാണ് രേവന്ത് റെഡ്ഡി ചോദിച്ചത്. കഴിഞ്ഞ മാസം 30-നായിരുന്നു തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഡിസംബർ 3-ന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. BRS സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയത്. 19 സീറ്റിൽ നിന്ന് 65-ലേക്ക് കുതിക്കുകയായിരുന്നു കോൺഗ്രസ്. 7-ന് സത്യപ്രതിജ്ഞയും പിന്നീടുള്ള യോഗങ്ങളും കാരണം ഹൈദരാബാദിൽ കടുത്ത ട്രാഫിക് കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രേവന്ത് റെഡ്ഡി പോലീസ് ഓഫീസർമാരുടെ യോഗം വിളിച്ചത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയ പിന്നാലെ വനിതകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. മുതിർന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കും യാത്ര സൗജന്യമാണ്. സർക്കാരിന് ഓരോ വർഷവും 3000 കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവ് വരിക. തെലങ്കാനയുടെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയുമാണ് രേവന്ത് റെഡ്ഡി. അധികാരമേൽക്കുന്ന വേളയിൽ തന്നെ നേതാവ് പൊളിച്ചെഴുത്ത് തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് പ്രഗതി ഭവൻ എന്നതു മാറ്റി പ്രജാഭവൻ എന്നാക്കി മാറ്റിയാണ് അദ്ദേഹം പൊളിച്ചെഴുത്തിന് തുടക്കമിട്ടത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുണ്ടായിരുന്ന ബാരിക്കേഡുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളായിരുന്നു ഇതെല്ലാം. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്നാണ് പൊതുവെ ഇന്ന് പലരും പറയപ്പെടുന്നത്.